കാണാനായി പോകുന്നത് കർത്താവ് ചെയ്ത ചില അത്ഭുത സാക്ഷ്യങ്ങളാണ്. കട്ടപ്പനയിൽ നിന്നും ഷെൽവരാജ് എന്നുള്ള ഒരു ബ്രദറാണ് നമ്മളോട് ഇത് പങ്കുവെക്കുന്നത്. 42 വർഷമായിട്ട് ദുശീലത്തിന് അടിമയായിരുന്ന ആ ബ്രദറിനെ കർത്താവ് പരിപൂർണമായിട്ടും അതിൽ നിന്നും പുറത്തു കൊണ്ടുവരുവാനിടയായി തീർന്നു. നമുക്കതൊന്ന് കേട്ടു നോക്കാം. കഴിഞ്ഞ പ്രാവശ്യം കട്ടപ്പന മീറ്റിങ്ങിൽ വന്നപ്പോൾ ബ്രദർ പ്രാർത്ഥിച്ചപ്പോഴാണ് ഒരു വലിയ മിറക്കിൾ നടന്നത്. ഇപ്പൊ ചേട്ടന് 52 വയസ്സുണ്ട്. 43 വർഷം മദ്യപിച്ചിരുന്നു. 43 വർഷം മദ്യപിച്ച് ഇപ്പോ അത് ചെറുപ്പത്തിൽ 12 വയസ്സിൽ തുടങ്ങിയതാണ്. 43 വർഷമായിട്ട് മദ്യപിക്കുന്നു. അതിന് കൂടെ BP കൂടി, മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്ന വിധത്തിൽ സീരിയസ് ആയി. ഡോക്ടേഴ്സ് എല്ലാം കൈവിട്ടു. യാതൊരു നിവൃത്തിയുമില്ലായിരുന്നു. എല്ലാ ദിവസവും ശരീരത്തിന് പ്രയാസം ഉണ്ടായിരുന്നു. വിറയല്, ഛർദി, വയറ്റിന് പ്രോബ്ലം, എല്ലാ ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു. നമ്മുടെ മീറ്റിങ്ങിനെ കുറിച്ച് അറിഞ്ഞു, ഇവിടെ വന്നു. ജോൺ ബ്രദർ തൊട്ട് പ്രാർത്ഥിച്ചു. 43 വർഷമുള്ള മദ്യപാനം യേശു മാറ്റി. ആമേൻ. ബ്രദർ തന്നെ പറഞ്ഞു, എത്ര കൊല്ലമായിട്ട് മദ്യപിക്കും? 42 വർഷമായിരുന്നു. 42 കൊല്ലം. എത്ര വയസ്സ് ഇപ്പൊ തുടങ്ങി? 12 വയസ്സ് തുടങ്ങിയതാ. 12 എടുത്ത്. ഞാൻ 13 തുടങ്ങി. 12 എന്നൊക്കെ ഒരു വർഷം മുമ്പ് തുടങ്ങിയിട്ട്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. TV കണ്ട് പറയുമ്പോ ബ്രദർ പറയുമ്പോ ഞാൻ പറയുമായിരുന്നു. മദ്യപിക്കണമെന്ന് ആഗ്രഹമില്ല ഇപ്പോ? ഇല്ല. എന്തുവായിരുന്നു മദ്യപിച്ചിന്റെ ഫലമായിട്ട് ഉണ്ടായത്? പ്രശ്നം എന്തൊക്കെ ഉണ്ടായി? മദ്യപിച്ചിട്ട് വിറയലുണ്ടായിരുന്നു. വിറയ്ക്കുമായിരുന്നു, ശരീരം വിറയ്ക്കുമായിരുന്നു. മൂക്കിലൂടെ ബ്ലഡ് വരും, ബ്ലഡ് വരുമായിരുന്നു. ഇപ്പൊ കള്ളുകൂടിയേ ഇല്ല, പൂർണ്ണമായിട്ട് നിന്നുപോയി. ക്യാൻസർ മാറിയൊക്കെ വലിയ കാര്യമാണ്. കുടിക്കുവോ? എന്നെ കെട്ടിപ്പിടിച്ചിടുമ്പോ തന്നെ എന്നെ കുടിക്കല്ലേ, എൻ്റെ കൂടെ നിൽക്കണം. കണ്ണടയ്ക്ക്. വീട്ടുകാരൊക്കെ വന്നിട്ടുണ്ടോ? ഭാര്യ മക്കളൊക്കെ ഉണ്ടോ? കള്ളുകൂടി നിർത്താവോ? ഉറപ്പാന്നോ? യേശുവേ പോ. ആ ശക്തികൾ എഴിഞ്ഞു പോട്ടെ. എവിടുന്ന് വരുന്നേ? നമുക്കിനി കർത്താവിൻ്റെ വേലയ്ക്കൊന്നും ഇത് ചെയ്യണം കേട്ടോ. കള്ളു കുടിക്കുന്ന ആളുകളെ വിളിച്ച് ചർച്ചയിൽ കൊണ്ടുവരണം. നമുക്ക് അനേകരെ രക്ഷിക്കണം. ഇനി സന്തോഷത്തോടെ പോയാൽ ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേട്ടേ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു കർത്താവിൻ്റെ അടുക്കലാണ് നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്നത്. 7 വർഷമായിട്ടും സംസാരിക്കുവാൻ കഴിയാത്ത ഒരു കുഞ്ഞാണ് ഇപ്പോൾ നമ്മുടെ മുൻപിൽ സാക്ഷ്യം പറയാനായിരിക്കുന്നത്. കുമളിയിൽ നിന്നാണ് അവർ വരുന്നത്. നമുക്ക് ആ സാക്ഷ്യം ഒന്ന് കേൾക്കാം. ജനിച്ച സമയം മുതൽ മിണ്ടത്തില്ലായിരുന്നു, ഒന്നും പറയത്തില്ല. ഭക്ഷണം കഴിക്കണമെങ്കിൽ തവിയായിട്ട് വന്നിട്ട് കാണിച്ചു തരും എന്നാൽ അങ്ങനെയാണ് ഈ കുഞ്ഞ്. ഒന്നും മിണ്ടത്തില്ലായിരുന്നു. 7 വർഷം കൊണ്ട് സംസാരിക്കാത്ത കുഞ്ഞ് കഴിഞ്ഞ മാസം മുതൽ സംസാരിച്ചു തുടങ്ങി. പറഞ്ഞോട്ടെ. ഭയങ്കര അത്ഭുതമാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ മീറ്റിങ്ങിന് ബ്രദർ പ്രാർത്ഥിച്ചപ്പോൾ സംഭവിച്ചത്. ഈ കുഞ്ഞിന് പേര് ഏഞ്ചൽ എന്നാണ്. ഏഞ്ചൽ. ഇവര് കുമളിന്നാ വരുന്നത്. അത് അവരുടെ കൊച്ചുമോളാണ്. അത്ഭുതം എന്ന് പറയുന്നത് 7 വർഷമായിട്ട് കുട്ടി സംസാരിക്കത്തില്ലായിരുന്നു. 7 വർഷം കൊണ്ട് സംസാരിക്കാത്ത കുഞ്ഞ് കഴിഞ്ഞ മാസം മുതൽ സംസാരിച്ചു തുടങ്ങി. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ആമേൻ. അമ്മ തന്നെ പറയണോ ആ കാര്യം? ജനിച്ച സമയം മുതൽ മിണ്ടത്തില്ലായിരുന്നു, ഒന്നും പറയത്തില്ല. അവരെന്നോട് പറഞ്ഞത് ഭക്ഷണം കഴിക്കണമെങ്കിൽ തവിയായിട്ട് വന്നിട്ട് കാണിച്ചു തരും എന്നാൽ അങ്ങനെയാണ് ഈ കുഞ്ഞ്. ഒന്നും മിണ്ടത്തില്ലായിരുന്നു. അങ്ങനെയുള്ള ഒരു കുഞ്ഞാണ് ഇപ്പൊ എല്ലാ കാര്യങ്ങളും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഒന്ന് കൈയടിച്ചൊരു ആമേൻ പറഞ്ഞേ. അമ്മയൊന്ന് പറഞ്ഞേ. ഈ മോള് ജനിച്ച മുതൽ സംസാരിക്കത്തില്ലായിരുന്നു. ചോറിനൊക്കെ തവി എടുത്തുകൊണ്ട് തരുമായിരുന്നു. ഞങ്ങൾ ആഹാരമൊക്കെ വിളമ്പി കൊടുക്കും, കുഞ്ഞിനെ നോക്കുമായിരുന്നു. ഇപ്പോൾ പഠിക്കാൻ മിടുക്കിയായി, വർത്താനമൊക്കെ പറയുന്നു. നമുക്ക് എഴുന്നേറ്റ് ഒന്ന് കൈയടിക്കാം, ഒരു ആമേൻ പറയാം. ഞാൻ ചോദിക്കുന്നത്, കഴിഞ്ഞ മാസം ഈ മോള് ഇവിടെ കൊണ്ടുവരുന്നവരെ ഈ മോള് മിണ്ടത്തില്ലേ? മിണ്ടത്തില്ലായിരുന്നു. ഇത്രയും കഴിഞ്ഞ മാസം വരെ മിണ്ടത്തില്ല. ഇവിടുന്ന് പ്രാർത്ഥന കഴിഞ്ഞു പോയ ദിവസം മുതൽ സംസാരിക്കാൻ തുടങ്ങി. അത് ഭയങ്കരമായി പോയി കേട്ടോ. 7 വർഷത്തിന് ശേഷം കുഞ്ഞ് സംസാരിച്ചു തുടങ്ങി. കുറച്ചും കൂടെ ചുണയായിട്ട് കൈയടിക്കുക, ഒരു ആമേൻ പറ. മോളുടെ പേരെന്തുവാ? ഏഞ്ചൽ എന്നാണോ പേര്? ഇത്രയും നാള് മോൾക്ക് സംസാരിക്കാൻ പറ്റത്തില്ലായിരുന്നോ? ഓ, ഇപ്പൊ മോൾക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടോ? ഇത്രയൊക്കെ മതി കേട്ടോ. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ.
അമ്മേ, ഞാൻ സത്യസന്ധമായിട്ട് ചോദിക്കുവോ, ഒരക്ഷരം പോലും മിണ്ടത്തില്ലായിരുന്നോ? അങ്ങനെ മിണ്ടത്തില്ലായിരുന്നു കൊച്ചു. ഒരക്ഷരം പറയാത്ത കൊച്ചാണ് ഇപ്പൊ ഈ സംസാരിക്കുന്നേ. അത് ഭയങ്കരമായി പോയി കേട്ടോ. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച് ആമേൻ. അല്ല, ചില കുഞ്ഞുങ്ങൾ അപ്പ അമ്മ എന്നൊക്കെ പറയുമായിരിക്കും, പക്ഷെ ഒന്നും പറയാതിരിക്കാത്ത പിള്ളേര് ഒരു ദിവസം കൊണ്ട് ആ സംസാരശേഷി തിരിച്ചു വരിക എന്ന് പറയുന്നത് അത് കർത്താവിന്റെ കാലത്ത് നടന്ന കാര്യമാണ് കേട്ടോ. കൈയടിച്ചൊരു ആമേൻ പറഞ്ഞാട്ടെ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. സന്തോഷമായിട്ട്. ബ്രസ്റ്റിൽ ക്യാൻസർ ആയിരുന്നു, അത് റിമൂവ് ചെയ്തു. എന്നിട്ട് പോലും ഡോക്ടേഴ്സിനോ ആർക്കും ഒരു പ്രതീക്ഷയും ഇല്ലാതിരുന്ന ഒരു സിസ്റ്ററാണ് നമ്മളോട് ഇനി അടുത്തതായി സാക്ഷ്യം പങ്കുവെക്കാൻ പോകുന്നത്. ഒരു വിധത്തിലും ജീവിതത്തിലേക്ക് കടക്കുകയില്ല, ജീവിതത്തിലേക്ക് വരികയില്ല എന്ന് പറഞ്ഞയിടത്ത് കർത്താവിൻ്റെ പരിപൂർണ സൗഖ്യം ആ സിസ്റ്റമിൽ വ്യാപരിക്കുവാനിടയായി തീർന്നു. ഇപ്പം നമ്മുടെ മുൻപിൽ ആ അത്ഭുത സാക്ഷ്യമായിട്ടാണ് ആയിരിക്കുന്നത്. നമുക്കത് ശ്രദ്ധയോടെ കേൾക്കാം. ബ്രദർ, ഇതൊരു അസാധാരണ സൗഖ്യം കർത്താവ് നൽകിയത് പറയാൻ വന്ന് നിൽക്കുകയാ. തലവേദന മാറിയാലും അത് അസാധാരണമാ അല്ലേ? നിങ്ങൾ എന്തോ ഒരു ഹല്ലേലൂയ പറയാത്തെ? നമുക്ക് ആർക്കെങ്കിലും ഇതൊക്കെ മാറ്റാൻ പറ്റുമോ? സിസ്റ്ററിന്റെ പേര് അനിത എന്നാണ്, മുളവന എന്നാണ് വരുന്നത്. മുളവൻ. അതെ, സിസ്റ്ററിന് ബ്രസ്റ്റിൽ ക്യാൻസർ ആയിരുന്നു. ബ്രസ്റ്റിൽ ക്യാൻസർ ആയിരുന്നു. അതെ, നമ്മുടെ ഡെലിവറൻസ് ക്യാമ്പിന് സിസ്റ്റർ പങ്കെടുത്ത സമയത്ത് എന്നോട് പ്രത്യേകം അത് എടുത്തു പറയാൻ പറഞ്ഞുകൊണ്ടാണ് ഞാനത് പറയുന്നത്. ബ്രദർ ശാപത്തെ കുറിച്ചുള്ള ക്ലാസ് കൊടുത്ത സമയത്ത് ആ ക്ലാസ് കൊടുത്തോണ്ടിരുന്ന സിസ്റ്റർ അത് കേട്ടോണ്ടിരുന്ന സമയത്ത്, അതിനുശേഷം ബ്രദർ അത് കേട്ടതിന് ശേഷം ബ്രദർ ഈ സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കാൻ നിന്ന സമയത്ത് പറഞ്ഞു, സഹോദരൻ നിങ്ങളുടെ ബ്രസ്റ്റിലെ ക്യാൻസർ കർത്താവ് പൂർണ്ണമായിട്ട് സൗഖ്യമാക്കുകയാന്ന് പറഞ്ഞു. സിസ്റ്റർ ഹോസ്പിറ്റലിൽ പോയി ശരിക്കും അത് റിമൂവ് ചെയ്തു. പക്ഷെ ഡോക്ടേഴ്സിന് പ്രതീക്ഷയില്ലായിരുന്നു. ഈ ബ്രസ്റ്റ് ക്യാൻസർ അവിടെ ഉണ്ടായിരുന്ന ഭാഗം റിമൂവ് ചെയ്തതിനു ശേഷം ഡോക്ടർ പറഞ്ഞത് നിങ്ങളുടെ ശരീരത്തിൽ ഒരു ക്യാൻസറിന്റെ സെല്ല് പോലും ഇല്ല, ഇനി നിങ്ങൾ മെഡിസിൻ എടുക്കണ്ട, നിങ്ങൾ പൂർണ്ണ ആരോഗ്യവതിയാണെന്നാണ് പറഞ്ഞത്. എഴുന്നേറ്റ് ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കാം. ആമേൻ. അതൊരു വലിയ കാര്യമാണ്. ചേച്ചിക്ക് എവിടെയായിരുന്നു ക്യാൻസർ സെല്ല് ഉണ്ടായിരുന്നേ? ബ്രസ്റ്റിലായിരുന്നു. എന്നാ ചേച്ചി ക്യാമ്പിന് വന്നത്? ഏത് മാസം വന്നേ? 4 മാസം മുമ്പ് വന്നു. അത് ആ വരുമ്പോൾ ശരീരത്തിൽ ക്യാൻസർ ഉണ്ടായിരുന്നു. റിമൂവ് ചെയ്തിട്ട് പരിശോധിച്ചപ്പോഴാണ് ക്യാൻസർ ഇല്ലെന്ന് തെളിഞ്ഞ്. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച് അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ ക്യാൻസറിനെ സൗഖ്യമാക്കാൻ കഴിയുന്നൊരു ദൈവം ഉണ്ടെന്ന് പറഞ്ഞേ. ചേച്ചി, ഞാൻ 1-2 കാര്യങ്ങൾ ചോദിക്കുന്നതിൽ വിഷമം തോന്നരുത്. ഞങ്ങൾ ഈ പൈസ വല്ലതും തന്നിട്ടാണോ ഈ ക്യാൻസർ ഇല്ല എന്നൊക്കെ വന്ന് പറയുന്നേ? കാരണം ചില ആളുകൾ പറയുന്നത് ഞങ്ങൾ ഈ പൈസ കൊടുത്തിട്ട് ക്യാൻസർ ഇല്ലെന്നൊക്കെ പറയിപ്പിക്കുവാന്ന്. എന്നാൽ ക്യാൻസറിനെ സൗഖ്യമാക്കുന്നൊരു കർത്താവ് ഇന്നും ജീവിക്കുന്നുണ്ട്. ഒന്ന് ചുണയായിട്ട് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. ന്യൂ ഇയർ മീറ്റിംഗിൽ പങ്കെടുക്കുമ്പോൾ കർത്താവ് ചെയ്ത ഒരു അത്ഭുത സാക്ഷ്യമാണ് നമ്മൾ ഇനി കേൾക്കാനായി പോകുന്നത്. 8 വർഷമായിട്ട് 2 കൈയും പൊക്കുവാൻ കഴിയത്തില്ലായിരുന്നു. സ്വയമായി ഡ്രസ്സ് ഇടാൻ പോലും പ്രയാസമായിരുന്നു ആ സിസ്റ്ററിന്. എന്നാൽ കർത്താവ് ആ ന്യൂ ഇയർ മീറ്റിങ്ങിൽ ആ സിസ്റ്ററിനെ പരിപൂർണമായിട്ടും സൗഖ്യമാക്കി. ആ സാക്ഷ്യം നമുക്കൊന്ന് കേൾക്കാം. ബ്രദറെ, ഈ മകളുടെ പേര് പ്രവീണ എന്നാണ്. പ്രവീണ. പരവൂരിൽ നിന്നാണ് ഈ മകൾ വരുന്നത്. പരവൂർ. ഇത് നമ്മുടെ ന്യൂ ഇയറിനുണ്ടായ ഒരു സാക്ഷ്യമാണ്. ന്യൂ ഇയറിന് ട്രിവാൻഡ്രത്തേക്ക് കടന്നു വന്നപ്പോൾ അവിടെ വെച്ചുണ്ടായ ഒരു സാക്ഷ്യമാണ് മകൾക്ക് പറയാനായിട്ടുള്ളത്. വലിയ കാര്യമാണല്ലോ. കഴിഞ്ഞ 8 വർഷമായിട്ട് ഈ മകൾക്ക് 2 കൈ മുകളിലോട്ട് പൊക്കാൻ പ്രയാസമായിരുന്നു. 8 വർഷമായിട്ട് 2 കൈ മുകളിലോട്ട് പൊക്കാൻ പ്രയാസമായിരുന്നു. സിസ്റ്റർ പറയുന്നത് ഈ സിസ്റ്റർ കൈ പൊക്കുമ്പോൾ ഒരു ഒടക്ക് വരുമായിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. പ്രവീണ, മോൾക്കൊന്ന് പറയാവോ എന്തുണ്ടായിരുന്നെന്ന്? എനിക്കൊരു ഫിക്സ് വന്നായിരുന്നു. അപ്പൊ അതിനെ തുടർന്ന് 2 കൈ മോൾക്ക് പൊക്കാൻ പറ്റത്തില്ലേ? മോള് തന്നെ പറ. ഞാൻ ചോദിക്കുന്നത് 2 കൈയുടെയും കൈ മേളോട്ട് പൊങ്ങത്തില്ല, അങ്ങനെയാണോ? പൊങ്ങത്തില്ലായിരുന്നു. എത്ര വരെ പൊങ്ങത്തുള്ളായിരുന്നു മോളെ കൈ? സാധാരണ മോൾ ഡ്രസ് ഇടാൻ പറ്റത്തില്ലായിരുന്നു. ഡ്രസ് ഇടാൻ പറ്റത്തില്ല 8 കൊല്ലമായിട്ട്. ഒടക്ക് പോലെ വന്നിരിക്കും. പിന്നെ ഈ കൈ വെച്ച് ഈ കൈ എങ്ങനെയെങ്കിലും താഴ്ത്തുമായിരുന്നു. എന്നെ വിഷമമുള്ള കാര്യമല്ലേ? അതായത് മോളുടെ കൈ ഇത്രേ പൊങ്ങത്തുള്ളൂ, ആ കൈയെ ഡ്രസ് ഇടാൻ പറ്റത്തില്ല. ഈ മറ്റേ കൈ വെച്ച് എങ്ങനെയെങ്കിലും താഴ്ത്തുന്നുണ്ടെ താഴോട്ട് വരത്തില്ലേ? അപ്പോ താഴോട്ട് വരത്തില്ല, ഒരു ഒടക്ക് പോലെ വന്ന് നിൽക്കും. ഒരു സൗണ്ട് കേട്ടാൽ താഴത്തുള്ളൂ. ഒരു സൗണ്ട് കേട്ടിട്ട് പിന്നെ താഴത്തുള്ളൂ. പക്ഷെ എന്നെ കഷ്ടപ്പെട്ട് കാണൂല്ലേ മോള്?
പറഞ്ഞു. ഇപ്പം മോൾക്ക് ട്രിവാൻഡ്രത്തെ മീറ്റിംഗ് വെച്ചിട്ടാണോ സംഭവിച്ചത്? അന്ന് ന്യൂ ഇയറിൻ്റെ മീറ്റിങ്ങിന് വന്നപ്പോൾ അവിടേക്ക് പോയി. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. പരിപൂർണ സൗഖ്യം ഉണ്ടായി. ഇപ്പോൾ ഉടുപ്പൊക്കെ മോൾക്ക് ഇടാം. ഓ, അത് വലിയ കാര്യമാണ്. ഒരു ചെറുപ്പക്കാരി പെങ്കൊച്ചാ അവള്. മോൾക്ക് എത്ര വയസ്സുണ്ട്? 18 വയസ്സ്. 18 വയസ്സുള്ളൊരു മോള് 8 വർഷമായിട്ട് മോൾക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ 10 വയസ്സുള്ളപ്പോൾ തുടങ്ങിയതാ. അത് എന്നെ വലിയ കാര്യമല്ലേ? ഒന്ന് കൈകളടിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. സന്തോഷമായിട്ട് പോയാട്ടെ പ്രവീൺ. 40 വർഷമായിട്ട് ശ്വാസകോശം ചുരുങ്ങുന്ന അനുഭവത്തിലായിരുന്ന ഒരു സിസ്റ്ററിനെ കർത്താവ് പരിപൂർണമായിട്ടും സൗഖ്യമാക്കി. ടി വി പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സിസ്റ്ററിന് മേൽ കർത്താവിൻ്റെ അത്ഭുത ശക്തി വ്യാപരിക്കുവാനിടയായിത്തീർന്നു. ഇപ്പോൾ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളും നിങ്ങൾ ആയിരിക്കുന്ന സ്ഥിതിയിൽ നിങ്ങളുടെ രോഗമുള്ള ഭാഗത്തേക്ക് കൈകൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവ് നിങ്ങളെയും സൗഖ്യമാക്കുവാനിടയാകും. നമുക്ക് ഈ സാക്ഷ്യം ഒന്ന് കേൾക്കാം. ഈ സിസ്റ്ററും കട്ടപ്പനയിൽ നിന്നാണ് കടന്നു വരുന്നത്. ഉഷാകുമാരി എന്നാണ് പേര്. കഴിഞ്ഞ 40 വർഷമായിട്ട് ഈ സിസ്റ്ററിന്റെ ശ്വാസകോശം ചുരുങ്ങുന്ന ഒരു രോഗമായിരുന്നു. കഴിഞ്ഞ 40 വർഷമായിട്ട് ശ്വാസകോശം ചുരുങ്ങുമായിരുന്നു. പല ആശുപത്രികളിലും മാറി മാറി ചികിത്സിച്ചു. പല ഡോക്ടേഴ്സിനെയും കണ്ടു. കാണിക്കുമ്പോൾ മരുന്ന് കഴിക്കുമ്പോൾ ഇച്ചിരി ആശ്വാസം ഉണ്ടാകും. 40 വർഷമായിട്ടുണ്ടായിരുന്ന ശ്വാസകോശം ചുരുങ്ങുന്ന രോഗം ഈ സിസ്റ്റർ ജീവൻ ടി വിയിലെ 7:30 ജീവൻ ടി വിയിൽ ഇവർ പ്രോഗ്രാം വാച്ച് ചെയ്തു. അങ്ങനെ ബ്രദറിന്റെ മീറ്റിംഗ് ശ്രദ്ധിക്കുന്ന സമയത്ത് ബ്രദർ പറഞ്ഞു, ശ്വാസകോശ സംബന്ധമായ രോഗമുള്ളവർ ഇപ്പോൾ തന്നെ ആ രോഗമുള്ളവരുടെ ആ നെഞ്ചത്ത് കൈവെക്കുക, ഇപ്പോൾ തന്നെ കർത്താവ് സൗഖ്യമാക്കുന്നെന്ന് പറഞ്ഞു. ഈ സിസ്റ്റർ ആ സമയത്ത് ബ്രദറിനോട് ഒരുമിച്ച് പ്രാർത്ഥിച്ചു. ബ്രദർ ടി വിയിൽ പ്രാർത്ഥിക്കുന്നു, സിസ്റ്റർ നെഞ്ചത്ത് കൈവച്ച് പ്രാർത്ഥിക്കുന്നു. ആ സമയത്ത് 40 വർഷമായിട്ടുണ്ടായിരുന്ന ശ്വാസകോശം ചുരുങ്ങുന്ന രോഗത്തിൽ നിന്നും കർത്താവ് അത്ഭുതകരമായി വിടുവിക്കുവാനിടയായി. എല്ലാ കൈകളും അടിച്ചു കർത്താവിനെ സ്തുതിച്ചു. 40 വർഷമായിട്ട് ലെൻസ് ചുരുങ്ങുന്ന അവസ്ഥ വളരെ പ്രയാസമുള്ള കാര്യമാണല്ലേ? ഭയങ്കര ചുമയായിരുന്നു എനിക്ക്. ചുമയെന്ന് പറഞ്ഞാൽ നമുക്ക് കയ്യും കാലും എല്ലാം കോച്ചി പിടിക്കുന്ന പോലത്തെ ഒരു അവസ്ഥയാണ്. അത് ആരോടും പറഞ്ഞാൽ മനസ്സിലാകുകയില്ല. അങ്ങനെ ഒരു ദിവസം ഭയങ്കര ചുമയായിട്ട് ഞാൻ വീട്ടിൽ ഉറങ്ങാതെ രാത്രിയിൽ ഇരുന്നപ്പം അങ്ങനെ 11:30 1:30 ആണെന്ന് തോന്നുന്നു, ജീവൻ ടി വിയിൽ നമ്മുടെ ബ്രദറിൻ്റെ പ്രാർത്ഥന കേട്ടു. അങ്ങനെയാണ് എനിക്ക് ആ രാത്രി പൂർണ്ണ സൗഖ്യമുണ്ടായ രാത്രി തന്നെ കർത്താവ് സൗഖ്യമാക്കി. ജീവൻ ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിച്ചു. ഒന്ന് കരം കൊടുത്ത് പറഞ്ഞ് ഏത് രോഗവും യേശു സൗഖ്യമാക്കും. അടുത്തിരിക്കുന്ന ആളുടെ കൈ കൊടുത്ത് പറഞ്ഞ് ഏത് രോഗവും കൈ കൊടുത്ത് പറ യേശുവിനെ സൗഖ്യമാക്കുവാൻ പറ്റുമോ? അത് നമ്മുടെ ജീവൻ ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അത്ഭുതമുണ്ടായത്. ബ്രദർ, ഈ സിസ്റ്ററിന്റെ പേര് ഐഷ എന്നാണ്. ഐഷ മൺട്രോത്തുരുത്ത് നിന്നാണ് വരുന്നത്. ഓക്കെ. സിസ്റ്ററിന്റെ കാലിനകത്ത് സിവിയർ ആയിട്ടുള്ള സോറിയാസിസ് ഉണ്ടായിരുന്നു. കാലിനകത്ത് സിസ്റ്ററിന്റെ മൊബൈലിനകത്ത് അതിന്റെ പിക്ചർ കിടപ്പുണ്ട്. മൊബൈലിനകത്ത് ആ പിക്ചർ അത് കാണേണ്ടതാണ്. വളരെ സിവിയർ ആയിരുന്നു. ഓ ദൈവമേ, ഇത് ഇങ്ങനെ ഇരിക്കുവായിരുന്നു കാലേ. കർത്താവ് ചെയ്ത വളരെ വലിയ അത്ഭുതം എന്ന് പറഞ്ഞാൽ ഏകദേശം 1 വർഷമായിട്ട് നമ്മുടെ ചർച്ചിൽ ഇവിടെ ഉണ്ട്. 1 വർഷമായിട്ട് ഇവിടെ ചർച്ചിൽ വന്ന അന്ന് ബ്രദർ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് സൗഖ്യം കൊടുത്തു. എന്തുകൊണ്ടാണ് 1 വർഷം കഴിഞ്ഞ് സാക്ഷ്യം പറയാൻ വന്നതെന്ന് എന്നോട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത്, സിസ്റ്ററിന്റെ ആഗ്രഹം ഇതായിരുന്നു, ആ സോറിയാസിസ് വന്ന ഭാഗത്ത് പുതിയ സ്കിന്ന് വന്ന് ആ പാട് പോലും ഇല്ലാതെ കർത്താവ് സൗഖ്യം കൊടുത്തു. ഭയങ്കരമായി പോയി. ലിറ്ററലി അതുപോലെ തന്നെ കർത്താവ് ചെയ്തു. ഈ 1 വർഷമായപ്പോൾ പൂർണ്ണമായി ഈ കാലാണ് ചേച്ചിയുടെ കാലെന്ന് പറയാൻ ഇപ്പൊ പറ്റത്തില്ല. ഭയങ്കരമാണ് കേട്ടോ, അത് ഭയങ്കരം തന്നെ. വണ്ടർഫുൾ ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. ആ കാലം മുഴുവൻ വിണ്ടു കയറിയിരിക്കുക കേട്ടോ. താങ്ക് യു ജീസസ്. സന്തോഷമായിട്ട് പോയാട്ടെ. കർത്താവ് കൊടുത്ത സൗഖ്യത്തിനായി നന്ദി. 34 വർഷമായിട്ട് തന്നെ പിന്തുടർന്ന ദുശീലത്തിൽ നിന്നും പ്രഭാകരൻ എന്ന് പറയുന്ന ബ്രദറിനെ കർത്താവ് പരിപൂർണമായിട്ടും സൗഖ്യമാക്കിയ സാക്ഷ്യമാണ് നമ്മളിനി കാണാനായി പോകുന്നത്. ശ്രദ്ധയോടെ കണ്ടാട്ടെ. 14 വയസ്സു മുതൽ താൻ മദ്യപിക്കുന്ന ഒരു ശീലമുണ്ടായിരുന്നു. എത്ര നാൾ വലിക്കുമായിരുന്നു? അതും 10-15 വർഷം 20 വർഷം കൊണ്ടുണ്ട്. അത് ഭയങ്കര കാര്യം അല്ലേ? 15 കൊല്ലമായിട്ടൊക്കെ കഞ്ചാവ് വലിക്കുന്നയാൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ പാടാം. ബ്രദറെ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന കർത്താവ്
തന്നെ പിന്തുടർന്നിരുന്ന ഒരു ദുശീലത്തിൽ നിന്ന് വിടുവിച്ച വലിയൊരു സാക്ഷ്യവുമായിട്ടാണ് ഈ ബ്രദർ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. ഈ ബ്രദറിന്റെ പേര് പ്രഭാകരൻ എന്നാണ്. കാഞ്ഞിരംകുളം എന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. ബ്രദർ പറയുന്നത് 14 വയസ്സു മുതൽ താൻ മദ്യപിക്കുന്ന ഒരു ശീലമുണ്ടായിരുന്നു. ഇപ്പോൾ 48 വയസ്സുണ്ട്. എന്നാൽ 4 മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ചർച്ചിൽ കടന്നു വന്നു. യേശു തൊട്ടു. ആ ശീലത്തിൽ നിന്നും 34 കൊല്ലമായ മദ്യപാനം മാറിപ്പോയി. ചുണയായിട്ട് കൈയടിച്ചൊരു ആമീൻ പറഞ്ഞ് യേശുവെ നിന്ന് വിളിച്ചേ. ഇത് രക്ഷിക്കുന്ന യേശുവിന്റെ കരവാണ്. രക്ഷിക്കുന്ന യേശുവിന്റെ കരവാ. ഒരിക്കൽ കൂടെ കൈയടിച്ചു കർത്താവിനെ സ്തുതിച്ച് യേശുവേ 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 ചേർന്ന് കൽപ്പനേരം കൈയടിച്ചു കർത്താവിനെ സ്തുതിച്ച് യേശുവേ മദ്യത്തിൽ നിന്ന് വിടുവിച്ചതിന് നന്ദി അപ്പാ. ഹല്ലേലൂയ. കൂടാതെ ബ്രദറിന് വിശ്വാസം വർദ്ധിച്ചു, സ്നാനപ്പെട്ടു. ഇപ്പോൾ ബ്രദർ സാക്ഷ്യപ്പെടുത്തുന്നത് സ്നാനപ്പെട്ടോടുകൂടെ ഞാൻ ഒരു പുതിയ മനുഷ്യനായി, ഇപ്പോൾ എന്നെ ഒരു ദുശീലങ്ങളും പിന്തുടരുന്നില്ല, നല്ല ആരോഗ്യത്തോടു കൂടെ ഇരിക്കുന്നു എന്നാണ്. കൂടാതെ കഴുത്തിൽ 2 മുഴകളുണ്ടായിരുന്നു. കാരക്കോണം മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ആ മുഴ അവിടെ കാണാനില്ല. ഹല്ലേലൂയ. 2 മുഴയും മാറിപ്പോയി. 2 മുഴയും പോയി. കഴുത്തിൽ എത്ര എണ്ണം ഉണ്ടായിരുന്നു? 2 വർഷം കൊണ്ട് വല സ്വഭാവത്തുണ്ടായിരുന്നു. 2 കാണാനില്ല. ഇട സൈഡിൽ ഇപ്പോൾ 1 വർഷമായി തുടങ്ങിയിട്ട്. അത് 2 പോയി. കഴുത്ത് ഇടത്തും വലത്തും മഴയുണ്ടായിരുന്നു. 2 മാറിപ്പോയി. സ്നാനപ്പെട്ടതോടുകൂടെ നമ്മൾ പുതിയ ആളായി. അത് തന്നെ വലിയ സന്തോഷമാണ്. നമുക്ക് അനേകരെ കർത്താവിന് വേണ്ടി കുടിക്കുന്നവരെ നേടണം. ഒരു അപ്പോസ്തലനാകട്ടെ കർത്താവ്. കൈയടിക്കാത്തത് എന്താ? അപ്പോസ്തലന്മാർക്കുള്ള ഗുണം എന്നാന്നറിയോ? അപ്പോസ്തലന്മാർക്കുള്ള ഗുണം എന്നാന്നറിയോ? അവരോട് കൂടെ 5 പേരെങ്കിലും കൂടെ കൂടുമെന്ന്. കള്ളു കുടിക്കുന്നവരെല്ലാം അപ്പോസ്തലന്മാരാന്ന് എനിക്ക് തോന്നുന്നത്. അവരുടെ കൂടെ 5-6 പേര് കൂടെ കാണും. അവരെ ഇദ്ദേഹം ആത്മാക്കളെ നേടുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു ശുശ്രൂഷകനാകട്ടെ. ആമേൻ. താങ്ക് യു ബ്രദർ. ഒരു നല്ല ശുശ്രൂഷകനാകും. കഞ്ചാവ് വലി ഉണ്ടായിരുന്നു. എത്ര നാൾ വലിക്കുമായിരുന്നു? അതും 10-15 വർഷം 20 വർഷം കൊണ്ടുണ്ട്. അത് ഭയങ്കര വാല്യൂ അല്ലേ? കഞ്ചാവ് വലിക്കുമായിരുന്നു 15 കൊല്ലമായി. 15 കൊല്ലമായിട്ടൊക്കെ കഞ്ചാവ് വലിക്കുന്നയാൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ പാടാം. അതിൽ നിന്ന് ദൈവം വിടുവിച്ചു. നമുക്ക് എഴുന്നേറ്റ് ഒന്ന് കൈയടിക്കാം കർത്താവിനെ. ഞാൻ ഈ ദിവസങ്ങളിൽ കാണുന്നത് ഈ കഞ്ചാവ് വലിക്കുന്ന ഇതുപോലുള്ള അസാധാരണമായ അടിമത്തത്തിൽ കിടക്കുന്ന ആളുകളെ യേശു രക്ഷിക്കുന്നതാണ്. നമ്മുടെ തൃശ്ശൂർ ചർച്ചിൽ ചെന്നപ്പോഴേ ഒരു ചെറുപ്പക്കാരൻ പയ്യൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, ബ്രദറെ ഞാൻ കഞ്ചാവ് വലിക്കും. ഞാൻ ചോദിച്ചു എത്ര അളവാ? അളവില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അത് തലയുടെ ഞരമ്പിനെ ബാധിച്ചു. മാനസിക രോഗിയായി. നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരൻ. പ്രാവശ്യം അവൻ ധ്യാനത്തിനുണ്ടായിരുന്നു. ആ മോൻ എന്നോട് പറഞ്ഞൊരു വാചകം, എനിക്കതിൽ നിന്ന് രക്ഷപ്പെടണം. ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയ സമയത്ത് ആ കഞ്ചാവ് വലിപ്പിക്കുന്ന ദുരാത്മാവ് പുറത്തു വന്നു. യേശു അവനെ സൗഖ്യമാക്കുന്നത് ഞങ്ങൾ കണ്ടു. ആമേൻ. 2 പേരോടെങ്കിലും പറ, രക്ഷിക്കുന്നത് യേശുവാന്ന് പറ. ഹല്ലേലൂയ. നമ്മളിനി കാണാനായി പോകുന്നത് TV പ്രോഗ്രാം കണ്ടപ്പോൾ സൗഖ്യമായ ഒരു വലിയ സാക്ഷ്യമാണ്. 30 വർഷമായിട്ട് സിസ്റ്ററിന് തലവേദന ഉണ്ടായിരുന്നു. അതേ തുടർന്ന് സിസ്റ്ററിന് ഒത്തിരി പ്രയാസമായിരുന്നു. കുഞ്ഞുങ്ങളെപ്പോലും ശ്രദ്ധിക്കാൻ കഴിയാത്തൊരു അവസ്ഥയിലായിരുന്നു സിസ്റ്റർ ആയിരുന്നത്. എന്നാൽ കർത്താവ് പരിപൂർണമായിട്ടും ആ സിസ്റ്ററെ സൗഖ്യമാക്കുവാൻ ഇടയായിത്തീർന്നു. നമുക്കതൊന്ന് കാണാം. കഴിഞ്ഞ 30 വർഷമായിട്ട് തലവേദനയുണ്ടായിരുന്നു. ഈ തലവേദന വന്നു കഴിഞ്ഞാൽ വല്ലാത്തൊരു അസ്വസ്ഥതയാണ്. കുഞ്ഞുങ്ങളോട് ഒത്തിരി ദേഷ്യപ്പെടും. രാത്രിയായ വാതിലടച്ചോന്ന് അറിയത്തില്ല, മക്കൾ എവിടെയെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ സിസ്റ്റർ പ്രാർത്ഥിച്ച് ഒരു നൈറ്റ് ഇട്ട് തോളിൽ തോർത്തിട്ടിരിക്കുന്ന സിസ്റ്റർ തലവേദന ഭാരപ്പെടുന്നു. സിസ്റ്റർ ആൻറ്റിയുടെ പേര് അമ്പിളി. ബാലരാമപുരം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ആൻറ്റി വരുന്നത്. ആൻറ്റിക്ക് കഴിഞ്ഞ 30 വർഷമായിട്ട് തലവേദനയുണ്ടായിരുന്നു. ഈ തലവേദന വന്നു കഴിഞ്ഞാൽ ആൻറ്റി പറയുന്നത് വെളിച്ചം കണ്ണിലേക്ക് അടിക്കുമ്പോൾ ആൻറ്റിക്ക് വല്ലാത്തൊരു അസ്വസ്ഥതയാണ്. കുഞ്ഞുങ്ങളോട് ഒത്തിരി ദേഷ്യപ്പെടും, വഴക്കുണ്ടാക്കും, അടിക്കും കുഞ്ഞുങ്ങളെ. പെട്ടെന്ന് ദേഷ്യം വരും. ഇത് കാരണം ആൻറ്റി ഈ തലവേദന എടുക്കുന്ന സമയം ആൻറ്റി ചെയ്യുന്നത് ആദ്യം തലയിലേക്ക് ചൂടുവെള്ളം ഒഴിക്കുമെന്നാണ്. ആ ചൂടുവെള്ളം ഒഴിക്കും. ആൻറ്റി പറയുന്നത് അങ്ങനെയെങ്കിലും ആ തലവേദന മാറട്ടെ എന്ന് കരുതിയാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നാൽ ആ സമയത്ത് മാറത്തില്ല. അതിനു പുറകെ ആൻറ്റി തണുത്ത വെള്ളവും കൂടെ തലയിലേക്ക് ഒഴിക്കും. എന്നിട്ടും ആശ്വാസം കിട്ടുന്നില്ല. എന്നാൽ നവംബറിൽ ആൻറ്റി നമ്മുടെ സൂര്യ TV പ്രോഗ്രാം കാണുന്ന സമയത്ത്
സിസ്റ്റർ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഒത്തിരി വർഷങ്ങളായി തലവേദനയാൽ ഭാരപ്പെടുന്ന ആൻറ്റിയെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞു. ആ സമയം തന്നെ ആ തലവേദന ആൻറ്റിയെ വിട്ടുമാറി കർത്താവ് പൂർണ്ണമായി സൗഖ്യം നൽകിയതാണ് ആൻറ്റി. ഹല്ലേലൂയ. എത്ര വർഷമായിട്ട് പ്രയാസം ഉണ്ടായിരുന്നു? ആദ്യം എനിക്കൊരു 10-15 വയസ്സായപ്പം ഞാൻ നേരിങ്ങര ഹോസ്പിറ്റലിൽ 5-6 ദിവസം കിടന്നു. അന്ന് ഇഞ്ചക്ഷനൊക്കെ എടുത്ത് വീട്ടിൽ വന്ന് പിന്നെ തലവേദന വരുമ്പോൾ ആശുപത്രി പോകുമ്പോൾ ഡോക്ടർ പറയും ഇത് രോഗമൊന്നുമില്ല, ഇഞ്ചക്ഷൻ എടുത്തെങ്കിൽ വിടും. അങ്ങനെ പിന്നെ ആയപ്പോൾ കുറേ നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് മാറുന്നില്ല, ഭയങ്കര ശ്വാസം മുട്ട് വരും. ഗുളിക കഴിച്ച അവിടെ ശ്വാസം മുട്ടും. അങ്ങനെ നോക്കിയാൽ എത്ര വർഷമായിട്ട് അപ്പം ഇപ്പം എത്ര വയസ്സുണ്ട് എനിക്ക്? ഇപ്പം 46 വയസ്സുണ്ട്. ഇത്രയും വർഷമായിട്ട് ആൻറ്റിക്ക് എത്ര പ്രാവശ്യം വരുമായിരുന്നു തലവേദന ഒരു മാസം? അങ്ങനെ പറയല്ല, ഒരു മാസത്തിലൊരു 4-5 ദിവസം തന്നെ 5 പ്രാവശ്യമെങ്കിലും ഒരു മാസം വരും. ഇത് വന്നു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഞാൻ മക്കളെ ചീത്ത വിളിക്കും, അടിക്കും. അപ്പം എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. ജീവിച്ചിരിക്കുമ്പം പറയും, മക്കളെ നീ തള്ളാരടുത്ത് പോവല്ലോ, അവൾക്ക് ഭ്രാന്താണെന്ന് പറയും. അങ്ങനെ ഞാൻ രാത്രിയായ വാതിലടച്ചോന്ന് അറിയത്തില്ല, മക്കൾ എവിടെയെന്ന് എനിക്ക് ഓർമ്മയില്ല. എവിടെയെങ്കിലുമാണ് ഞാൻ കിടക്കുന്നത്, എവിടെ കിടക്കുന്നതെന്ന് അറിയില്ല. ഇപ്പം ആൻറ്റിക്ക് എങ്ങനെയുണ്ട് അതിൽ നിന്നെല്ലാം? അപ്പം അങ്ങനെ എൻ്റെ കൂട്ടുകാർ പറഞ്ഞു, എടി ഇങ്ങനെ സൂര്യ ടി വിയിൽ ഒരു പ്രോഗ്രാമുണ്ട്, നീ അത് വെച്ച് കാണുമെന്ന് പറഞ്ഞ് ഞാൻ എഴുതിട്ട് പ്രാർത്ഥിച്ച് അങ്ങനെ ഞാൻ ഒരു മോക്ക് ചായ ഇട്ട് കൊടുത്തിട്ട് ഒരു തോർത്ത് തോളിലിട്ടിട്ട് ഇരുന്നു. അപ്പോൾ സിസ്റ്റർ പ്രാർത്ഥിച്ച് ഒരു നൈറ്റി ഇട്ട് തോളിൽ തോർത്തിട്ടിരിക്കുന്ന സിസ്റ്റർ തലവേദന ഭാരപ്പെടുന്നു, അന്ന് ഞാൻ പറഞ്ഞു, മക്കളെ എന്നെയാണ് പറയണത്, അമ്മയ്ക്ക് സൗഖ്യം കിട്ടിയെന്ന് പറഞ്ഞു. ഈ അമ്മ ഒത്തിരി നാളുകളായിട്ട് ഇതേ തുടർന്ന് പ്രയാസത്തിലായിരുന്നു. എന്നാൽ നമ്മുടെ TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ അത്ഭുത ശക്തി അമ്മയെ തൊട്ടു. അമ്മ പറയുന്നത് അന്നു മുതൽ അമ്മയുടെ മേൽ ആ സൗഖ്യം വ്യാപരിച്ചു എന്ന. കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിക്കാം. കർത്താവ് കൊടുത്ത സമാധാനം എത്ര വലുതാ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. കൊല്ലത്തു നിന്ന് വന്ന വിജയകുമാരി എന്ന പേരുള്ള സിസ്റ്ററാണ് നമ്മളോട് ഈ സാക്ഷ്യം പങ്കുവെക്കുന്നത്. സിസ്റ്ററിന് ഒരു കൂട്ടം രോഗങ്ങളുണ്ടായിരുന്നു, അതിൽ നിന്നെല്ലാം കർത്താവ് പരിപൂർണമായിട്ട് സൗഖ്യമാക്കി. യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു, ഓവറിയിൽ 2 മുഴകളുണ്ടായിരുന്നു, ഗ്യാസിൻ്റെ പ്രയാസം ഉണ്ടായിരുന്നു, തൈറോയിഡ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കൂട്ടം പ്രശ്നങ്ങളുമായിട്ടാണ് സിസ്റ്റർ ആയിരുന്നത്. കർത്താവിൻ്റെ അത്ഭുത സൗഖ്യം സിസ്റ്ററിന് മേൽ വ്യാപരിക്കുവാനിടയായി തീർന്ന് നമുക്കത് കാണാം. 12 വർഷമായിട്ട് യൂറിനറി ഇൻഫെക്ഷൻ സിസ്റ്റം ഉണ്ടായിരുന്നു. ആദ്യത്തിൽ ഉണ്ട് എന്നും രണ്ടാമത്തിൽ ഇല്ല എന്ന് പറഞ്ഞ റിസൾട്ടാണ്. ഇപ്പൊ ജോലി ചെയ്യാനും എല്ലാം നല്ല സാധ്യത. ഈ സിസ്റ്ററിന്റെ പേര് വിജയകുമാരി എന്നാണ്. നെടുങ്കോലത്ത് നിന്നാണ് സിസ്റ്റർ വരുന്നത്. ധാരാളം അത്ഭുതങ്ങൾ ഈ സിസ്റ്ററിന് സാക്ഷ്യപ്പെടുത്തുവാനായിട്ടുണ്ട്. ഈ സിസ്റ്ററിന്റെ ശരീരം മുഴുവൻ ഈ സിസ്റ്ററിന് നീരുണ്ടായിരുന്നു, നീരുണ്ടായിരുന്നു. പിന്നെ അതുപോലെ നടുവിനും കൈകൾക്കും ഈ സിസ്റ്ററിന് തേയ്മാനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് യാതൊരു ജോലിയും ഈ സിസ്റ്ററിന് ചെയ്യാൻ പറ്റിയിരുന്നില്ല. അതുപോലെ കഴുത്തിൽ തൈറോയിഡിന്റെ ഒരു മുഴ ഉണ്ടായിരുന്നു. അതുകൂടാതെ ഓവറിയിൽ 5 സെന്റിമീറ്ററും 3 സെന്റിമീറ്ററും ഉള്ള 2 മുഴകൾ ഉണ്ടായിരുന്നു. ഓവറിയിൽ 5ഉം 3ഉം വലിപ്പമുള്ള മുഴകൾ ഉണ്ടായിരുന്നു. പിന്നീട് ചില വർഷങ്ങളായിട്ട് കാലുകൾക്കും കൈകൾക്കും അസഹ്യമായിട്ടുള്ള വേദന സിസ്റ്ററിന് ഉണ്ടായിരുന്നു. പിന്നീട് 12 വർഷമായിട്ട് യൂറിനറി ഇൻഫെക്ഷൻ സിസ്റ്ററിന് ഉണ്ടായിരുന്നു. 12 വർഷമായിട്ട് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. അതെ. പിന്നീട് 22 വർഷമായിട്ടുണ്ടായിരുന്ന ഗ്യാസിന്റെ പ്രശ്നം സിസ്റ്ററിന് ഉണ്ടായിരുന്നു. 22 വർഷമായിട്ട് ഇത് മൊത്തം രോഗമുള്ള വണ്ടിക്ക് ഒരു കൂട്ടമുണ്ട് ഗ്യാസിന്റെ പ്രോബ്ലം ഉണ്ട്. 22 വർഷമായിട്ട്. പിന്നെ അതുപോലെ ഈ സിസ്റ്ററിന്റെ മകന് ചെന്നൈയിലാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അവിടെ വെച്ച് ഒരു കാർ ആക്സിഡന്റ് ഉണ്ടായി. എന്നാൽ ആ കാറിലുള്ള മറ്റുള്ളവർക്കൊക്കെ നല്ല പരിക്കുണ്ടായിട്ടും ഈ മകന് യാതൊരു പോറൽ പോലും ഏൽക്കാതെ മകനെ പുറത്തേക്ക് കൊണ്ടുവന്നു. മകൻ രക്ഷപ്പെട്ടു. അതുപോലെ തന്നെ ഈ മകന്റെ നട്ടലിന്റെ ഭാഗത്ത് ഒരു മുഴ ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് അസഹ്യമായിട്ടുള്ള വേദനയായിരുന്നു മകൻ ഉണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിനെ തുടർന്ന് ചെന്നൈയിലായിരുന്ന മകന്റെ ആ നട്ടലിന്റെ വേദന വന്നതുപോലെ തന്നെ അത് പൊട്ടി, അത് കരിഞ്ഞു പോയി. എന്ന് മാത്രമല്ല, മുകളിൽ ഇതുവരെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും, എല്ലാ പ്രശ്നത്തിൽ നിന്നും യേശു ഈ സിസ്റ്ററിനെ പരിപൂർണമായിട്ട് സൗഖ്യമാക്കി. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച് ആമേൻ. ചേച്ചി, യൂട്രസിലെ മുഴയില്ല എന്നൊക്കെ എങ്ങനെ മനസ്സിലായി? പരിശോധിച്ചോ? പരിശോധിച്ചതിന്റെ റിസൾട്ട് ആണ് ഈ കാണുന്നേ. ഇത് ആദ്യം ഉണ്ട്, ഇതിലുണ്ടെന്ന് പറഞ്ഞ റിസൾട്ട് ആണ് അല്ലേ? ഇതെന്തുവാ ഇരിക്കുന്ന കയ്യില്? ഇതിലില്ല എന്ന് പറഞ്ഞു. ഇതില്ല എന്ന് പറഞ്ഞ റിസൾട്ട് ആണ്. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. 2 റിസൾട്ട് നല്ല കാര്യമാട്ടോ. ആദ്യത്തേതും രണ്ടാമത്തേതും. ആദ്യത്തിൽ ഉണ്ട് എന്നും രണ്ടാമത്തിൽ ഇല്ല എന്ന് പറഞ്ഞ റിസൾട്ട് ആണ്. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. അതിന്റെ കൂട്ടത്തിൽ സകല പ്രശ്നങ്ങളും മാറി. എല്ലാം മാറി. ഒരു രോഗവും ഇല്ല ഇപ്പോ.
നടക്കുന്നത് പോലും അറിയുന്നില്ല. ഇപ്പൊ ജോലി ചെയ്യാനും എല്ലാം നല്ല സാഹസമാണ്. നടക്കുന്നത് പോലും അറിയുന്നില്ല. എന്റെ അർത്ഥം നടക്കുമ്പോ നേരത്തെ നടക്കാൻ പറ്റത്തില്ലായിരുന്നു. നടക്കുമ്പോ അങ്ങ് നിൽക്കും വേദന കാരണം. അതുപോലെ വേദനയാ. ഇനി ഒന്നും ചെയ്യാൻ പറ്റൂലായിരുന്നു. ഇപ്പൊ എല്ലാ ജോലിയും ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. ഉണ്ട് ശരീരത്തിന് എല്ലാ ആരോഗ്യമുണ്ട്. ഇപ്പൊ എല്ലാ ജോലിയും ചെയ്യും. ഈ ചേച്ചി പറഞ്ഞൊരു തമാശ എനിക്ക് ഇഷ്ടമായി. നടക്കുന്നത് ഇപ്പൊ അറിയത്തില്ലെന്ന. അപ്പൊ നടക്കുന്ന അറിയത്തില്ലെന്ന് പറയുമ്പോൾ എന്റെ വലിപ്പം മനസ്സിലായോ? നേരത്തെ നടക്കുമ്പോൾ അറിയുമായിരുന്നു, അതുപോലെ വേദനയായിരുന്നു. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചായിട്ട് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പാ. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ കേട്ടതുപോലെ, ഞങ്ങൾ കണ്ടതുപോലെ കർത്താവേ, അവിടുത്തെ അത്ഭുത പ്രവൃത്തി ഓരോ വ്യക്തികളുടെ മേലും വ്യാപരിക്കട്ടെ അപ്പാ. പരിശുദ്ധാത്മാവേ, അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. കർത്താവേ, കാലിൻ്റെ അടിയിൽ, കാലിൻ്റെ വെള്ളയിൽ കറുത്ത പാടുകൾ പോലെ ചൊറിയുന്ന പ്രയാസത്തിലായിരിക്കുന്ന ആ വ്യക്തി അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പാ. യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തി ഇപ്പോൾ തന്നെ സൗഖ്യമാട്ടെ. ആ കാലിലുള്ള വേദന മാറിപ്പോട്ടെ, ചൊറിച്ചിൽ മാറിപ്പോട്ടെ അപ്പാ. താങ്ക് യു ജീസസ്. പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. താങ്ക് യു ജീസസ്. കർത്താവെ, ഏണിൻ്റെ എല്ലുകൾ പൊടിയുന്ന, ശരീരത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ആ വ്യക്തി അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പരിശുദ്ധാത്മാവെ, ആ വ്യക്തി ഇപ്പോൾ തന്നെ പൂർണ്ണ ആരോഗ്യത്തിലേക്ക് വരട്ടെ അപ്പാ. കർത്താവെ, ആ വ്യക്തിയിൽ നിന്നും ഭയം മാറിപ്പോട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമുണ്ടാവട്ടെ. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. കർത്താവെ, ഉയരത്തിൽ നിന്ന് വീണിട്ട് ശരീരത്തിൽ ബലഹീനത അനുഭവിക്കുന്ന ആ വ്യക്തി അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തി ഇപ്പോൾ തന്നെ സൗഖ്യമാവട്ടെ അപ്പാ. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. കർത്താവെ, അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നു. എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പാ. പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ അവിടുത്തെ കരം ചലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങൾക്ക് വിടുതലുണ്ടാവട്ടെ. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. കർത്താവെ, അവിടുത്തെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നു. സ്വർഗീയ പിതാവേ, അവിടെ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നാളെ ഇനി കാണുവരെയും കർത്താവ് നമ്മൾ ഓരോരുത്തരെയും അവൻ്റെ കൃപയിൽ സൂക്ഷിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. ഞങ്ങളുടെ വിലാസം ജീസസ് വേൾഡ് ഗ്ലോബൽ വർഷിപ്പ് സെന്റർ, അഞ്ചൽ, കൊല്ലം, കേരള.